ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒളിവിൽ പോയിട്ട് ഇന്ന് 11 ദിനമാകുന്നു. രാഹുൽ ദക്ഷിണ കർണാടകത്തിലെ ഉള്ളിയിടത്തിൽ നിന്നാണ് SITക്ക് ലഭിച്ച വിവരം. എന്നാൽ സുരക്ഷാ പ്രശ്നങ്ങളാലും വരവ് മുൻകൂട്ടി അറിയിക്കാൻ രാഹുലിന് കഴിയുമെന്നതിനാലും അറസ്റ്റ് വൈകുന്നു എന്നാണ് സൂചന. കർണാടകത്തിലെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ അഭയമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയാൻ സഹായകമാകുന്നത്. വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ചേരുന്നു. കമലേഷ്, നിയമത്തെ വെല്ലുവിളിച്ച് അന്വേഷണവും മറ്റ് പ്രക്രിയകളുമായി സഹകരിക്കാതെ ഒളിവിൽ കഴിയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. കോൺഗ്രസ് നേതാക്കളുടെ ഒത്താശയില്ലാതെ ഇത്തരത്തിൽ ഒളിവിൽ കഴിയാനാകില്ല, പ്രത്യേകിച്ച് കർണാടകയിൽ. എന്തൊക്കെയാണ് SITയിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ? അജിംഷാദ്, ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ ഒരു MLA, ഒരു യുവ നേതാവ് സത്യം ജയിക്കും, നിയമപരമായി പോരാടും എന്ന് പോസ്റ്റ് ഇട്ടതിന് ശേഷം മുങ്ങിയതാണ്. ഇപ്പോൾ 11 ദിവസമായിട്ടും ആ MLAയെ കാണുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ വലിയ ഒരു ആക്ഷേപം എന്നുള്ളത്. അത് ആ നിലയിൽ തന്നെ അവർ അത് പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിലിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അജിംഷാദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിലെന്തുകൊണ്ട് നിയമപരമായി ഈ വിഷയത്തെ നേരിടാൻ, അതായത് വലിയ വെല്ലുവിളികളൊക്കെ നടത്തി പോയിട്ടുള്ള ഒരു MLA ഒളിവിൽ പോയി 11 ദിവസം കഴിഞ്ഞിട്ടും ആളിന് എന്തുകൊണ്ട് കീഴടങ്ങി, അതായത് നിയമത്തിൻ്റെ വഴിക്ക് വന്ന് കീഴടങ്ങി അതിൻ്റെ മറ്റ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ എന്തുകൊണ്ട് ഭയക്കുന്നു എന്ന വലിയൊരു ചോദ്യം തന്നെയാണുള്ളത്. ഈ വിഷയത്തിൽ SIT വളരെ ഫലപ്രദമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. വളരെ വ്യാപകമായ തെരച്ചിൽ രാഹുലിന് വേണ്ടി നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അജിംഷാദ് നേരത്തെ സൂചിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനകത്ത് അതായത് ഈ അന്വേഷണ സംഘത്തിൽ നിന്ന് തന്നെ ചില വിവരങ്ങൾ ഈ പ്രതിക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചില സമയത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഫോൺ ഓൺ ആകുന്നുണ്ട്. ആ ഘട്ടത്തിൽ ഇവർ ആ ലക്ഷ്യസ്ഥാനം കേന്ദ്രീകരിച്ച് പോകുമ്പോഴേക്കും അവിടെ നിന്ന് മാറുന്നു മറ്റ് ഇടത്തിലേക്ക്. അങ്ങനെ കൂടുമാറി ഒളിത്താവളങ്ങൾ മാറി പോകുന്ന ഒരു സാഹചര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കാര്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും ദക്ഷിണ കർണാടകത്തിലുണ്ട്, അതായത് ഈ കേരള കർണാടക ബോർഡറൊക്കെ ആയി വരുന്ന ഹൊസൂറിൽ ഉൾപ്പെടെ രാഹുൽ ഉണ്ട്, അവിടെയാണ് ഉള്ളത് എന്ന ഒരു ഏകദേശ ധാരണയാണ്, സൂചനയാണ് SITക്കും ലഭിച്ചിട്ടുള്ളത്. പല വലിയ ആഡംബര വില്ലകളിലുമൊക്കെ ആയിട്ടാണ് താമസം. അതിന് കോൺഗ്രസ്സുകാരായിട്ടുള്ള റിയൽ എസ്റ്റേറ്റുമായി ബന്ധമുള്ള പല കോൺഗ്രസ്സുകാരും ഇതിനെ സഹായിക്കുന്നു എന്ന് പറയുന്നു. അതോടൊപ്പം കർണാടകത്തിലെ കോൺഗ്രസ്, അത് കർണാടകയിൽ നിരവധി മലയാളികളായിട്ടുള്ള കോൺഗ്രസ്സുകാരുണ്ട്, കോൺഗ്രസിൻ്റെ MLA ഉൾപ്പെടെയുണ്ട്, അവിടെ മലയാളിയായിട്ടുള്ള MLA ഉണ്ട്. അത്തരത്തിൽ മലയാളികളായ കർണാടകയിലെ കോൺഗ്രസ് നേതാക്കളും രാഹുലിന് വളരെ വലിയ സഹായം, ഈ ഒളിവിൽ കഴിയുന്നതിന് വേണ്ടിയുള്ള സഹായം നൽകുന്നുണ്ട് എന്ന ആക്ഷേപവും ശക്തമാണ്. ഏതായാലും ഈ നമുക്കറിയാം, ഇപ്പോൾ കർണാടകത്തിലായതുകൊണ്ട് കർണാടക പോലീസിൻ്റെ സഹകരണം ഇല്ലാതെ കൃത്യമായി ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എത്താൻ കഴിയില്ല കേരള പോലീസിന്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ മൂവ്മെൻറ്റുകളെല്ലാം കർണാടക പോലീസ് ഒരുപക്ഷെ ഈ കോൺഗ്രസ് നേതാക്കന്മാരുടെയൊക്കെ സ്വാധീനത്തിന് വശംവദമായി ഇത്തരത്തിൽ സന്ദേശങ്ങൾ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾക്ക് കൈമാറിയേക്കുക. അതായിരിക്കും ഒരുപക്ഷെ ഇപ്പോഴത്തെ തടസ്സം എന്ന് പറയുന്നത്, അല്ലേ? അതാണ് ഈ ലീക്ക് ചെയ്ത് കിട്ടുന്നു എന്നുള്ള വിവരം വരുന്നത്, അല്ലേ കമലേഷ്? തീർച്ചയായും അജിംഷാദ്, ആ നിലയിൽ ഒരു വിവരങ്ങൾ വളരെ കൃത്യമായി രാഹുലിന് ലഭിക്കുന്നുണ്ട് എന്ന സംശയമാണ് നിലവിൽ SITക്ക് ഉള്ളത്. ഇവിടെ എങ്ങോട്ട് പോകുന്നതിൻ്റെയും വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ രാഹുലിന് ലഭിക്കുകയും രാഹുൽ അവിടെ നിന്ന് മാറുകയും ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയാണ് എന്നുള്ളത് കൂടി SIT പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇതിന് രാഷ്ട്രീയമായ ഒരു മാനം കൂടിയുണ്ട്. കേവലം ഒരാൾ ഒരു ബലാത്സംഗ കേസിൽ പെടുന്നു, ഒളിവിൽ പോകുന്നു എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസ് ഒരു സ്റ്റാർ, അവരുടെ ഒരു ഭാവി വാഗ്ദാനം എന്ന നിലയിൽ അവതരിപ്പിക്കുകയും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിപ്പിക്കുകയും MLA ആയി തെരഞ്ഞെടുക്കുകയും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാക്കുകയും എല്ലാ സഹായവും ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു യുവ നേതാവാണ് ഇത്തരത്തിൽ വലിയ, അതായത് കേരളം ഞെട്ടിപ്പോകുന്ന നിലയിലേക്കുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ളത്. യുവതികളെ, അതായത് സ്ത്രീകളുടെ മാനത്തിന് ഒരു വിലയും കൽപ്പിക്കാത്ത നിലയിലേക്കുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുള്ളത്. ആ നിലയിൽ രണ്ട് മാത്രമല്ല, ഇത്തരത്തിൽ ഒളിവിൽ കഴിയുകയും ഈ വിധത്തിൽ സ്വാധീന ശക്തി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരാൾ ഈ അതിജീവിതമാരെ ഭീഷണിപ്പെടുത്താൻ, തെളിവുകൾ നശിപ്പിക്കാൻ ഉള്ള ഇടപെടലുകൾ കൃത്യമായി നടപ്പാക്കാൻ സ്വാധീനമുള്ള ആളാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടിയുണ്ട് അന്വേഷണവുമായി ബന്ധപ്പെട്ട്, അല്ലേ? അജിംഷാദ്, തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് കഴിയുന്ന അത്രയും വേഗം രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിടികൂടാനുള്ള ഒരു ഇടപെടൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നും ഉള്ളത്. നിലവിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള തെളിവുകൾ പരിശോധിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇരയോട് ഏത് നിലയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടപെടുന്നത് അല്ലെങ്കിൽ സംസാരിക്കുന്നത് എന്നുള്ളത്. നേരത്തെ ആദ്യം പുറത്തു വന്ന ഓഡിയോയിൽ ഉൾപ്പെടെ നമുക്ക് വളരെ കൃത്യമായി കേൾക്കാൻ കഴിയുന്നത് തന്നെ കൊല്ലാനാണെങ്കിൽ എനിക്ക് എത്ര സെക്കൻഡ് വേണം എന്ന ചോദ്യമാണ്. അതായത് കൊല്ലാൻ പോലും മടിയില്ലാത്ത ഒരു
ഒരു ക്രിമിനലായി രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ രണ്ടാമത്തെ പരാതിയിൽ അത്തരം കാര്യങ്ങളാണ്. അതായത് ഒരു പെൺകുട്ടിയെ ഇത്തരത്തിൽ വിവാഹ വാഗ്ദാനം നൽകി ഒരു ഹോം സ്റ്റേയിലേക്ക് വിളിച്ചു വരുത്തുകയും അതിന് രാഹുലിൻ്റെ ഒരു സഹായി അവരെ കാറിൽ കൊണ്ടുവന്ന് കൂട്ടിക്കൊണ്ടുവരികയും അവരെ ഇത്തരത്തിൽ പീഡനത്തിന്, അതായത് അവരുടെ സമ്മതമില്ലാതെ തന്നെ കടന്നു പിടിക്കുകയും ക്രൂരമായ നിലയിൽ അവരെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തു എന്ന് മാത്രമല്ല ശാരീരികമായി വളരെ വലിയ മുറിവുണ്ടാക്കുന്ന നിലയിലേക്ക്, പീഡിപ്പിക്കുന്ന നിലയിലേക്ക് ഉൾപ്പെടെ, അതായത് ഒരു സൈക്കോപാത്ത് ഇടപെടുന്ന നിലയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നത് തന്നെയാണ് ആ പെൺകുട്ടി പരാതിയിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. ആ നിലയിലേക്ക് പോലും ഇടപെടാൻ മടിയില്ലാത്ത ഒരാൾ എങ്ങനെ ഒരു കേരളം പോലൊരു സംസ്ഥാനത്ത് ഒരു യുവ നേതാവായി നേതൃത്വത്തിലേക്ക് വന്നു, ഒരു MLA ആയി മാറി എന്നതൊക്കെയുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അതിന് കോൺഗ്രസ് എത്രത്തോളം രാഹുൽ മാങ്കൂട്ടത്തിലിനെ സഹായിച്ചിട്ടുണ്ട് എന്ന ചോദ്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. നിലവിൽ ഇപ്പോൾ പേരിന് ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി ഒരു സസ്പെൻഷൻ നടപടി നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തിറക്കിയിരുന്നു. പക്ഷേ അത്തരത്തിൽ ഒരു സസ്പെൻഷനും പ്രാബല്യത്തിൽ വന്നിരുന്നില്ല. എല്ലാ പരിപാടിയിലും, പാലക്കാട്ടെ എല്ലാ പരിപാടിയിലും രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമായിരുന്നു. രാഹുലിനെ സ്റ്റാർ ക്യാമ്പയിനർ എന്നുള്ള നിലയിൽ തന്നെയാണ് പാലക്കാടേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുവരികയും ആ നിലയിൽ അവിടെ ക്യാമ്പയിനിങ്ങിൽ രാഹുൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം ഈ രണ്ടാമതൊരു വട്ടം, അതായത് അന്ന് കുറച്ചു കാലം ഒളിവിൽ പോയി, പക്ഷെ പിന്നീട് അത് കേസിൻ്റെ ഒരു തീവ്രത അല്പം കുറയുന്ന ഘട്ടത്തിൽ രാഹുൽ വീണ്ടും സജീവമാവുകയും തൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സിനിമാ നടിമാരെ ഉൾപ്പെടുത്തി പല വീടുകളുടെയും തറക്കല്ലിടൽ ഉൾപ്പെടെയുള്ള പരിപാടികൾ, അത്തരത്തിൽ വീണ്ടും തൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുമ്പോൾ എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് കോൺഗ്രസ് ആണ്. അവിടുത്തെ DCC പ്രസിഡന്റ്, അവിടുത്തെ MP ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു ഘട്ടത്തിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ തള്ളിപ്പറയാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ ഈ വിചാരണ കോടതിയിൽ, അതായത് ACJM കോടതിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യം ലഭിച്ചിരുന്നുവെങ്കിൽ ഇപ്പോഴും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവായി സജീവ പ്രവർത്തകനായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാകുമായിരുന്നു. ആ ജാമ്യം നിഷേധിച്ച ഘട്ടത്തിൽ മാത്രമാണ് രാഹുലിനെ പുറത്താക്കാൻ, അത് അപ്പോൾ പോലും ഷാഫി പറമ്പിൽ പറഞ്ഞു ജാമ്യം ലഭിക്കും എന്ന് പറഞ്ഞ് അവരെ ആ നടപടിയിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ ഒരു പ്രയാസവും രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടാകുമായിരുന്നില്ല. ഇപ്പോൾ ജാമ്യം ലഭിക്കാത്തത് കൊണ്ട് മാത്രം നടപടിയെടുക്കാൻ കോൺഗ്രസ് നിർബന്ധിതമാവുന്ന ഒരു സാഹചര്യമാണ്. ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് എങ്ങാനും ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമായി കോൺഗ്രസിനകത്തേക്ക് വരുമോ എന്നതും ആശ്ചര്യത്തോടെയാണ് ആളുകൾ കാണുന്നത്. ഏതായാലും നിലവിലിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്, ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന് ഒരു ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. ആ ഘട്ടത്തിൽ ഈ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ഒരു യുവ നേതാവ്, യുവ MLA ഇത്തരത്തിൽ പീഡനത്തിന്റെ പേരിൽ, ബലാത്സംഗം ചെയ്തതിന്റെ പേരിൽ ഒളിവിൽ കഴിയുന്നത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ ഉൾപ്പെടെ ഉണ്ടാക്കിയിട്ടുള്ളത്. മറ്റെന്തെങ്കിലും വിഷയം സംസാരിക്കുന്നതിന് പകരം രാഹുൽ മാങ്കൂട്ടത്തിലിനെ വെളുപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ജനങ്ങൾക്ക് മറുപടി കൊടുക്കുന്നത് തന്നെയായിരുന്നു UDFന്റെ സ്ഥാനാർത്ഥികളുടെ എല്ലാം പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. ആ നിലയിൽ പരുങ്ങലിലാണ് UDFന്റെ സാഹചര്യം എന്നുകൂടി പറയാതിരിക്കാനാവില്ല. പ്രത്യേകിച്ച് കോൺഗ്രസ് ഈ വിഷയത്തിൽ വല്ലാതെ പരുങ്ങലിലായി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും രാഹുലിന് വേണ്ടിയുള്ള അന്വേഷണം വളരെ ദ്രുതഗതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. കർണാടകയിൽ ഹൊസൂർ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ രാഹുൽ ഒളിവിൽ കഴിയുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട്. ആ നിലയിൽ 4 സംഘങ്ങളായാണ് നിലവിൽ ഇപ്പോൾ SIT ഈ പരിശോധന അല്ലെങ്കിൽ തെരച്ചിൽ നടത്തുന്നത്. 100ഓളം ആളുകളെ നേരത്തെ തന്നെ നിരീക്ഷണത്തിൽ വെച്ചിട്ടുണ്ട്. ചില സഹായികളെയൊക്കെ, രാഹുലിൻ്റെ സഹായികളെയൊക്കെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. രാഹുലിൻ്റെ ഡ്രൈവറെ നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ആ നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിനായുള്ള തെരച്ചിലും സജീവമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ജിംഷാദ്.